ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2-ൻ്റെ അകത്തിലെ 11ാമത്തതും അവസാനത്തെ എപ്പിസോഡാണ്. ഈ സീസണിലെ ഒരു അവസാനത്തെ എപ്പിസോഡാണിത്. അതുമാത്രമല്ല, അടുത്തത് സീസൺ 3 അല്ല, പകരം ഒരു മൂവിയാണ്. വേണ്ടിയവരെല്ലാവരും ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. എക്സ്പ്ലനേഷനിലേക്ക് പോകും. തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോമറേനെയാണ്. തറയിൽ വീണ് കിടക്കുന്ന സുക്കാട്സനെ സേക്കുവിനെ കണ്ടതുകൊണ്ട് തന്നെ അവരെ അടിച്ച് കൊല്ലാന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കോഹാക്കും ടീമും പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് അവളെ തടയുകയാണ്. നീ ഓക്കെ ആണോ എന്ന് നമ്മുടെ ഗെന്നി വന്ന് ചോദിക്കുന്നു. സോ ഇത് കേട്ട സേക്കു, ഞാൻ 100 ബില്യൺ % ഓക്കെയാണ്, എന്നെ സഹായിച്ചു. അത് മാത്രമല്ല, നീ എനിക്ക് ട്രെയിനിങ് തന്നതും എന്നെ സഹായിച്ചു. അവരെല്ലാരും കൂടെ ചേർന്നിട്ട് നമ്മുടെ യൂഗ് എന്നെ കെട്ടിയിടുകയാണ്. ഇവനെ കണ്ട നമ്മുടെ ബാക്ക് പറയുകയാണ് അവനെ അങ്ങ് കൊന്നു കളയാൻ. എന്നാൽ ഇത് കേട്ട നമ്മുടെ തൈജ് പറയുകയാണ് അത് തെറ്റാണെന്ന്. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും റിവൈവ് ചെയ്യണമെന്നാണ് എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. അങ്ങനെ ഇനി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം അങ്ങ് അവസാനിച്ചു എന്ന് നമ്മുടെ കോഹാക്ക് പറയുന്ന സമയത്ത് ഇവിടെ അവസാനിച്ചിട്ടൊന്നുമില്ല, ഇതാണ് തുടക്കം. നമ്മുടെ തുടക്കം 7 ബില്യൺ പീപ്പിൾസിനെയും നമ്മൾ ഇനി റിവൈവ് ചെയ്യും. കുഞ്ഞു കളിച്ചിരിക്കാതെ ജോലി ചെയ്യാൻ നമ്മുടെ നിക്കി പറയുകയാണ്. നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സയൻസ് വിഷയമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മുടെ സുക്കാട്സ് ആർമിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ യൂസറേയും കുറച്ച് പേരും കൂടെ ചേർന്നിട്ട് പൊട്ടിപ്പോയ കല്ലെല്ലാം പൊട്ടിച്ചു വെച്ചിട്ട് അതിൽ റിവൈവ് ഫ്ലൂയിഡ് ഒഴിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുമെന്ന് അവർ നോക്കുകയാണ്. എന്നെല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുന്ന സമയത്താണ് അയാൾ റിവൈവ് ആവുകയാണ്. ഞാനിപ്പോൾ എവിടെയാണുള്ളത് എന്ന് അയാൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ 300 ഇയേഴ്സിന് ശേഷമാണുള്ളത്. അയ്യോ, ഞാൻ ഈ കാട്ടുജാതികളുടെ അടുത്ത് പെട്ടുപോയല്ലോ, എനിക്ക് മാങ്ങ വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ ഗെന്നാണെങ്കിൽ അയാളുടെ കയ്യിൽ മാങ്ങ വരയ്ക്കാനുള്ള പേപ്പറും അതുപോലെ തന്നെ ഒരു പെൻസിലും കൊടുക്കുകയാണ്. സോ നമ്മുടെ സേക്കു പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് അകത്തിലെ ഒരു എന്റർടൈൻമെന്റ് ആണിത്. ഇതെല്ലാം ദൂരെ നിന്ന് നമ്മുടെ പോലീസ്മാൻ കാണുന്നുണ്ടായിരുന്നു. അവനും അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അയ്യോ, ഞാൻ മലയുടെ മണ്ടയ്ക്കൊന്ന് താഴെ വീണായിരുന്നു, അപ്പൊ എന്റെ തല ഇടിച്ച് എന്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളോട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്ന സമയത്ത് തന്നെ ആ പൊട്ടൻ കള്ളത്തരം പറയാൻ ഉദ്ദേശിക്കുകയാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. ഒരുപാട് ആൾക്കാർ നമുക്ക് യൂസ്ഫുൾ ആകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂസറി ആണെങ്കിൽ അവനെ ടീമിലോട്ട് കയറ്റുകയാണ്. എനിക്ക് നിസ്സാരമാണ്, ഞാൻ നിങ്ങളെയൊക്കെ ഈസി ആയിട്ട് തന്നെ സഹായിക്കും. ആ മുന്നോട്ട് പോയി നോക്കുന്ന സമയത്തായിരുന്നു ഒരു കാര്യം കാണുന്നത്. 8 സ്റ്റാച്യൂസ് അവിടെ പൊട്ടിക്കിടക്കുന്നത്. ഇതെല്ലാം ഒട്ടിക്കണോ എന്നവൻ ചോദിക്കുന്ന സമയത്ത് ഒരെണ്ണം പോലും വിടാതെ ഒട്ടിക്കണം എന്ന് നമ്മുടെ യൂസൂറിയ പറയുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സുക്കാട്സിക്ക് കുത്തേറ്റത് കൊണ്ട് തന്നെ എഴുന്നേക്കാൻ പോലും വയ്യാതെ തറയിലേക്ക് കിടക്കുകയാണ്. ഒരുപാടധികം സ്ട്രെയിൻ എടുക്കണ്ട എന്ന് നമ്മുടെ സുക്കാട്സ് എടുത്തിരിക്കുന്ന റിപ്പോർട്ടർ പറയുകയാണ്. എന്ത് സ്ട്രെയിൻ എടുക്കാനാണ്, ഞാൻ തോറ്റുപോയി, ഞാൻ ഒരുപാടധികം ആൾക്കാരെ മർഡർ ചെയ്തു, ആ സ്റ്റാച്യൂസിനെ എല്ലാവരെയും നിങ്ങൾ റിവൈവ് ചെയ്യണം. നമ്മുടെ സുക്കാട്സ പറയുന്ന സമയത്ത് നമ്മുടെ തൈജ് പോയിട്ട് പൊട്ടിക്കിടന്ന സ്റ്റാച്യൂസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരികയാണ്. വെറുതെ ആ പാവങ്ങളെയൊക്കെ ദ്രോഹിച്ചു, അവർക്ക് എല്ലാവർക്കും ന്യായം കിട്ടണം എന്ന് നമ്മുടെ സുക്കാട്സ പറയുകയാണ്. നമ്മുടെ വില്ലേജിലുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ ക്രോം വിളിച്ച് അറിയിക്കുന്നത് കിൻഡോ സയൻസ് ഈ വാറിൽ വിജയിച്ചു. സോ ഇത് കേട്ട് അവർക്കൊക്കെ ഒരുപാടധികം സന്തോഷം വരികയാണ്. സമയത്ത് മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സേക്കു ആണെങ്കിൽ ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ സുക്കാട്സയ്ക്ക് വേണ്ടി ഒരു മെഡിസിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീ പറഞ്ഞ എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി. ദൈവം നമ്മുടെ ഓർത്ത് നീ പോയ സുക്കാട്സിനെ ഒന്ന് ഹീൽ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് അവനെ ഹീൽ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ ചാകാൻ പോകുന്നതിന്റെ സമയം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ ഹോമറേനെയും ഹ്യൂഗനെയും ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ കൊഹാക്കു. ഇതിന്റെ സമയത്ത് തന്നെ നമ്മുടെ യൂഗ ചോദിക്കുകയാണ് ആ സുക്കാട്സ് മരിച്ചോ എന്ന്. എന്നാൽ ഇത് കേട്ടാ നമ്മുടെ കൊഹാക്കു പറയുകയാണ് അവൻ മരിച്ചിട്ടില്ല, അവൻ ഉറപ്പായിട്ടും ഉടനെ തന്നെ മരിക്കും. അവനെ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ ഹാർട്ടിലാണ് കുത്തിയിരിക്കുന്നത്. മോഡേൺ സയൻസിലുള്ള ആൾക്കാർക്ക് പോലും അവനെ സഹായിക്കാൻ വേണ്ടി സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു വലിയ മിറാക്കിൾ തന്നെ നടക്കണം. മോഡേൺ സയൻസിലെ അവനെ സഹായിക്കാൻ വേണ്ടി സാധിക്കത്തുള്ള മിറാക്കിൾ എന്ന് പറയുന്നത് സേക്കു തന്നെയാണ്. അവൻ ഉറപ്പായിട്ടും അവനെ രക്ഷിച്ചിരിക്കും. ഇത് തന്നെ നമ്മുടെ മീ ആണെങ്കിൽ സുക്കാട്സിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വെളിയിൽ നിന്ന് നോക്കുകയാണ്. ചില അവളാണെങ്കിൽ തന്റെ ചേട്ടനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ വരിക, കൊച്ചുകുട്ടിയൊക്കെ അല്ലേ. സോ അതുകൊണ്ട് തന്നെ ബ്ലഡും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണിക്കേണ്ടെന്ന് അവർ വിചാരിച്ചു കാണും. സോ അതുകൊണ്ടാണ് നമ്മുടെ യൂസൂറിയ വെളിയിൽ ഇരുന്ന് പറയുന്നുണ്ട് ഇവിടെ മിയ വന്ന് നിൽപ്പുണ്ട്. തന്നെ നമ്മുടെ യൂസൂറിയോട് അകത്തോട്ട് വരാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ ക്രാഫ്റ്റ് മാന്റെ സഹായം വേണം എന്ന് നമ്മുടെ സേക്ക് വളരെയധികം ക്രൂവലായിട്ട് പറയുന്ന സമയത്തേക്കോ നീ എന്താ സർജറി ചെയ്യാൻ വേണ്ടി പോവുകയാണോ എന്ന്. ഈ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സുക്കാട്സയുടെ അനിയത്തി ഒരുപാടധികം വിഷമിച്ചവരടുത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. നമ്മുടെ കൊഹാക്കു വന്നിട്ട് അവളെ സമാധാനപ്പെടുത്തുകയാണ്. മോശം പേടിക്കണ്ട, ഉറപ്പായിട്ടും സേക്കു നിന്റെ ചേട്ടനെ രക്ഷിച്ചിരിക്കും, അവനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എത്ര വർഷങ്ങൾ എടുത്താലും അവൻ ഉറപ്പായിട്ടും നിന്റെ ചേട്ടനെ സഹായിച്ചിരിക്കും. കുറച്ച് നാളും കൂടെ ജീവിക്കത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം നിനക്ക് അറിയാമല്ലോ സേക്കു. നിന്നെ രക്ഷിക്കാൻ
കണ്ടുപിടിക്കാൻ വേണ്ടി ഒരേ ഒരു വരിയേ ഉള്ളൂ, നിന്നെ ഞാൻ പെട്രിഫൈ ചെയ്യണം. ബോഡി പെട്രിഫിക്കേഷൻ ആകുന്ന സമയത്ത്, അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത് ഹീലുമാകും. കല്ലിലുള്ള ആളെ നീ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിച്ചത്, എന്നാൽ ഇപ്പോഴാണെങ്കിൽ വെളിയിലുള്ള ആളെ കല്ലാക്കാൻ വേണ്ടി നോക്കുന്നു എന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുന്നു. ശേഷം കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര കാലം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇവന് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവന് ഉറപ്പായിട്ട് ഇപ്പം മരിക്കണം. നീ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ മരിച്ചാൽ മാത്രമേ നിനക്ക് ഇവനെ സഹായിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്ന് നമ്മുടെ ഗെന്ന് ചിന്തിക്കുന്നു. ഞാൻ ഉറപ്പായിട്ടും എന്തൊക്കെ സംഭവിച്ചാലും തിരിച്ചു കൊണ്ടുവന്നിരിക്കും എന്ന് നമ്മുടെ സേക്കു പറയുന്നു. നിന്നെയും ഞാൻ ഒരു തവണ കൊന്നതല്ലേ, നിനക്കും എന്നെ ഒരു വട്ടം കൊല്ലാം. അത് തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെയുള്ള ഒരു റിവെഞ്ച്. കാർസയുടെ സ്ഥലത്താണെങ്കിൽ മുഴുവനായിട്ട് തന്നെ കുറെ സയൻസ് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. സാധനങ്ങളൊക്കെ ഒരുപാടധികം സ്ഥലത്ത് കളക്ട് ചെയ്തിട്ട് നമ്മുടെ സേക്കു വലിയ എന്തോ ഒരു സാധനം പണിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സേക്കു പറയുകയാണ് പണിയാൻ വേണ്ടി നോക്കുന്ന സാധനം റെഫ്രിജറേറ്റർ. ഇതിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഇത് കേട്ടിട്ട് എന്തിനാണ് ഷോക്ക് ആകുന്നത്? നമ്മളിത് ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഐറ്റം അല്ലേ. ഗോൾഡൻ വയർ വെച്ചിട്ട് അതിന്റെ അതിലേക്ക് കാറ്റ് പമ്പ് ചെയ്താൽ ഉറപ്പായിട്ട് ഇത് വർക്ക് ആകും. നമ്മുടെ സേക്കു ഒരു റെഫ്രിജറേറ്റർ ക്രിയേറ്റ് ചെയ്യുകയാണ്. കളക്ട് ചെയ്ത് വെക്കാനാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ ക്വാക്ക് ചോദിക്കുന്ന സമയത്താണ് നമുക്കിത് ഒരുപാടധികം രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് പെട്രിഫൈ ചെയ്തിട്ട് ഇതിന്റെ അകത്തിൽ സൂക്ഷിച്ചിട്ട് നമുക്കത് പെട്രിഫിക്കേഷൻ ചെയ്താൽ നമുക്കത് ഫുഡായിട്ട് യൂസ് ചെയ്യാം. കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് വയ്യാതെ നമ്മുടെ സുക്കാട്സ് അവിടെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ സേക്കു പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ സുക്കാട്സ് ആലോചിക്കുകയാണ്. 7 ബില്യൺ പീപ്പിൾസിനെ ഞാൻ റിവൈവ് ചെയ്യും, 7 ബില്യൺ പീപ്പിൾസും എന്നെ ഹെൽപ്പ് ചെയ്യും. ഇവനായിട്ട് തന്നെ ആ റെഫ്രിജറേറ്റർ നമ്മുടെ സേക്കു ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് തന്നെ നമ്മുടെ കാസ്കി ആണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരെ മുഴുവനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചോദിക്കുന്ന സമയത്തെന്ന് വെച്ചാൽ നമ്മുടെ സുക്കാട്സിക്ക് സേക്കുനും പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. നമ്മൾ സൈഫൈ മൂവീസിലൊക്കെ കാണുന്ന സ്പേസ് ഷിപ്സ് സൈഫൈ പടത്തിലല്ലേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. സ്പേസ് ഷിപ്പ് സുക്കാട്സാ ഒരാളെ നീ സ്പേസിൽ കൊണ്ടുവന്ന് തീരുമാനിച്ചാൽ നീ ആരെ കൊണ്ടുപോയി? ഞാൻ വേറെ ആരെ വേണമെങ്കിലും കൊണ്ടുപോകും എന്ന് നമ്മുടെ സുക്കാട്സ പറയുന്നു. സേക്കു ഞാൻ ചുമ്മാ പറഞ്ഞാണെന്ന് നമ്മുടെ സുക്കാട്സ വീണ്ടും എടുത്ത് പറയുന്നു. സുക്കാട്സ നീ ഇങ്ങനൊന്നും സംസാരിക്കാറില്ലല്ലോ എന്ന് നമ്മുടെ സേക്കു ചോദിക്കുന്ന സമയത്ത് സാഹചര്യമല്ലേ നമ്മളെല്ലാരെയും മാറ്റുന്നത് എന്ന് നമ്മുടെ സുക്കാട്സ പറയുന്നു. ആ മണ്ടനായ തൈജു അവൻ ഒരുപാടധികം സ്ട്രോങ് ആണ്. ആ റിപ്പോർട്ടർ ഇല്ലേ അവളുടെ മേലെ നിനക്കൊരു ക്രഷില്ലേ സുക്കാട്സ എന്ന് നമ്മുടെ സേക്കു ചോദിക്കുന്നു. ഒരുപാടധികം ബുദ്ധിശാലിയാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ റിവൈവ് ചെയ്തത്. എങ്ങനെയാണ് സ്ട്രോങ്ങസ്റ്റ് ഹൈസ്കൂൾ പ്രൈമേറ്റ് എന്നുള്ള ആ ടൈറ്റിൽ കിട്ടിയത്? ഞാൻ ആ ടൈറ്റിൽ യോഗ്യവാനല്ല എന്ന് നമ്മുടെ സുക്കാട്സ പറയുന്ന സമയത്ത് നീ ഒരുപാടധികം സ്ട്രോങ് ആണെന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഞാൻ ഒരു ഗുരുലയുമായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് ആ ടൈറ്റിൽ കിട്ടിയത്. മാത്രമല്ല ഈ സ്റ്റോൺ വേൾഡിൽ വന്ന സമയത്ത് നീ ഒരു ലയണിന്റെ കൂടെ ഫൈറ്റ് ചെയ്തു എന്ന് നമ്മുടെ സേക്കു പറയുന്നു. അപ്പൊ നമ്മൾ 3 പേരും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെല്ലാം എനിക്ക് ഓർമ്മ വരുന്നു. നിങ്ങളുടെ കൂടെ ഇരുന്ന ആ നാളുകളൊക്കെ ഞാൻ ഒരുപാടധികം എൻജോയ് ചെയ്തു സേക്കു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുക്കാട്സ് കണ്ണടക്കുകയാണ്. ഐജു മണ്ടൻ അവനാണെങ്കിൽ പോയിസൺ മഷ്റൂം ഒക്കെ പൊക്കിക്കൊണ്ടുവരും. ആക്ച്വലി ആ മാരിയോ ഗെയിമിൽ കാണിക്കുന്ന പോലത്തെ മഷ്റൂംസ് ആണ്. ആ പൊട്ടൻ വിചാരിക്കുന്നത് ആ മഷ്റൂം കഴിക്കാൻ നേരത്തെ അവന്റെ സ്ട്രെങ്ത് കൂടുമെന്ന് പറഞ്ഞാൽ അത് പോയിസൺ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കു ഒന്ന് ചെറുതായിട്ട് കരയുകയാണ്. എന്നിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ ആ സുക്കാട്സിനെ എടുത്തിട്ട് ആ റെഫ്രിജറേറ്ററിൽ എടുത്ത് വെക്കുകയാണ്. തന്നെ നമ്മുടെ മിയ വന്നിട്ട് സുക്കാട്സിനോട് പറയുകയാണ്, നിങ്ങൾ ഇത്ര നാളും എന്നെ പ്രൊട്ടക്ട് ചെയ്തു, ഞാനും ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് രക്ഷിക്കണം. നമ്മളിത് എവിടെ നിന്നാണ് തുടങ്ങിയത്, നമ്മൾ അവിടെ തന്നെ പോകണം. നമ്മുടെ ഷേക്ക് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരെയും കൂട്ടി വിളിക്കുകയാണ്. 3700 ഇയേഴ്സിന് മുമ്പാണ് ഒരു ഗ്രീൻ ലൈറ്റ് വരുന്നത്. ചെറിയായിട്ടുള്ള ഗ്രീൻ ലൈറ്റ് കാരണം എല്ലാ ആൾക്കാരും കല്ലായിട്ട് മാറുകയാണ്. നടന്നതെന്ന് എല്ലാ ആൾക്കാരും ചോദിക്കുകയാണ്. ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ അച്ഛനും കുറച്ച് പേരും കൂടെ ചേർന്നിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം സ്റ്റാർട്ടായത് വേൾഡിൻ്റെ മറ്റൊരു സ്ഥലത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ്. ദൂരം നമ്മൾ എങ്ങനെ പോകും? നമ്മൾ നടന്നു പോകുമോ? സയൻസ് ഉള്ളപ്പോൾ നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. നമ്മൾ നടന്നൊന്നുമല്ല പോകാൻ വേണ്ടി പോകുന്നത്, നമ്മളൊരു ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ തന്നെ ഏറ്റവും മിസ്റ്ററി ആയിട്ടുള്ള പെട്രാ ബീം ബില്യൺ പീപ്പിൾസിനെയും ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഹ്യൂമൻ സിവിലൈസേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ അതൊട്ടും ഈസി ആയിരിക്കത്തില്ല. നമ്മുടെ സ്റ്റേക്ക് പറയുകയാണ്, ഫൈനലി നമ്മൾ ആ റൂട്ട് മാപ്പ് ഫോളോ ചെയ്തിട്ട് എല്ലാവരെയും റിവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചിരിക്കുന്നു. സയൻസിന് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത ഒരു കാര്യവുമില്ല ഈ ലോകത്ത്. നമ്മുടെ സേക്ക് പറയുകയാണ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇവിടെ സുഖാക്ഷം മരിച്ചുപോയി. നീ സീരീസ് കാണുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിഷമം വന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എങ്കിലും നമ്മുടെ സേക്ക് ആണെങ്കിൽ സുഖാക്ഷിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മാത്രമല്ല ഈ അവസാനം കാണിച്ച ഈ ഷിപ്പിന്റെ സംഭവം ഒരു 1 പീസ് കട്ട് പോലെ ഉണ്ട്. സോ അതായത് നിങ്ങൾക്ക് തോന്നുന്നത് മാത്രമേ ഉള്ളൂ, 1 പീസ് പോലൊന്നും അല്ല ഈ സാധനം. ആണെങ്കിലും നമുക്കിനി ഗസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് സീരീസ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സോ ഇനി സീസൺ 3 ആണ് വരാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ഒരു മൂവി ഉണ്ട്, ഞാൻ എപ്പിസോഡ് തുടക്കം പറഞ്ഞതുപോലെ തന്നെ. സോ ആ മൂവി എന്ന് പറയുന്നത് ഒരു 1.5 മണിക്കൂർ അടുപ്പിച്ച് കണ്ടാണ് ആ മൂവി ഉള്ളത്. മൂവി എക്സ്പ്ലെയിൻ ചെയ്ത് വരാൻ നേരത്തെ തന്നെ ഒരു 10-20 മിനിറ്റ് ഒക്കെ എടുക്കുമായിരിക്കും. എന്നുവെച്ചാൽ ആ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ഡ്യൂറേഷനാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആ മൂവി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, ആ എക്സ്പ്ലനേഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നൊരു 4-5 മണിക്കൂർ എടുക്കുമായിരിക്കും. ആ സ്ക്രിപ്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്.
സോ അതുകൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് ലേറ്റ് ആകുമായിരിക്കും, പക്ഷേ ലേറ്റ് ആകുകയാണെങ്കിൽ ഞാൻ കിട്ടുന്നതായിട്ട് തന്നെ ഇറക്കുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൻ്റെ മൂവി വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. സോ മൂവിക്കകത്തിൽ കുറേ പുതിയ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കിടില മൂവി തന്നെയാണ്. സീരീസിൻ്റെ അതിൽ കുറച്ച് പേരും കൂടെ ഒക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊരു മൂവിയായിട്ട് തോന്നത്തില്ല, ഒരു വലിയ എപ്പിസോഡ് കാണുന്നത് പോലെ ആയിരിക്കും നമുക്കത് കാണാനായിട്ട് തോന്നുന്നത്. സോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ഈ സീരീസ് മുഴുവനായിട്ട് തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും. സോ ഞാൻ എല്ലാ എപ്പിസോഡിൻ്റെ അതിലും പറയുന്നത് പോലെ തന്നെ ഈ സീരീസ് നമ്മൾ മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കുന്നതായിരിക്കും. വേണ്ടി എനിക്ക് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് തന്നേക്ക്. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ കണ്ടൻറ്റ്സ് ആനിമി കണ്ടൻറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞേക്ക്. ഞാൻ എക്സ്പ്ലനേഷൻ മാത്രമല്ല, ഞാൻ റിവ്യൂസൊക്കെ ഒരുപാടധികം ചെയ്യാറുണ്ട്. സോ അതൊക്കെ ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ അതൊക്കെ ചെക്ക് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ തരത്തിലുള്ള കണ്ടൻറ്റ്സും. ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അരികാത്തോ.